ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിന്റെ ഹെഡിങ്സ് ആണ്. 2027 ജനസംഖ്യ സെൻസസ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യ നേടി. വഖഫ് ഉമീദ് പോർട്ടൽ 2025 ജൂൺ 6 ആരംഭിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗവൺമെന്റ് ടു കണ്ടക്ട് പോപ്പുലേഷൻ സെൻസസ് 2027. 2027 ജനസംഖ്യ സെൻസസ് നടത്താൻ സർക്കാർ പദ്ധതിയിടുന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെ മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് എന്ന് പറയാൻ പറ്റും സെൻസസ് ആരംഭിക്കാൻ പോകുന്ന കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലുടനീളം ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് എക്സസൈസ് ഏത് തീയതിയിൽ ആരംഭിക്കും? 2027 മാർച്ച് 1. 2027 മാർച്ച് 1 ഇന്ത്യയിൽ സെൻസസ് ആരംഭിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ആരംഭിക്കേണ്ട ഈ സെൻസസ് ആണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് 2027 മാർച്ച് 1 സെൻസസ് ആരംഭിക്കുന്ന കാര്യം. മഞ്ഞുമൂടിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് വ്യായാമം ഏത് മാസത്തിൽ ആരംഭിക്കും? 2026 ഒക്ടോബറിൽ. മഞ്ഞുമൂടിയ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവ. ആ സംസ്ഥാനങ്ങളിലെ അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2026 ഒക്ടോബറിലാണ് സെൻസസ് ആരംഭിക്കുന്നത്. 2027 സെൻസസിന്റെ അന്തിമ ഡാറ്റ ഏത് വർഷത്തിൽ പ്രസിദ്ധീകരിക്കും? 2030. 2027 മാർച്ച് 1 ആരംഭിക്കുന്ന സെൻസസ് എന്ന ആ ഒരു പ്രോസസ്, ഇതിന്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസിദ്ധീകരിക്കുന്ന വർഷമാണ് 2030. ഇന്ത്യയിലുടനീളം ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് വ്യായാമം എത്ര ഘട്ടങ്ങളിലാണ് ആരംഭിക്കുന്നത്? 2 ഘട്ടങ്ങളിൽ. 2 ഘട്ടങ്ങളിലാണ് സെൻസസിന്റെ എക്സസൈസ് നടത്താൻ പോകുന്നത്. 2030 അവസാനിക്കുന്ന പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സെൻസസിന്റെ ആരംഭം മാർച്ച് 1, 2027 ഏത് കേന്ദ്ര മന്ത്രാലയമാണ് 2 ഘട്ടങ്ങളിലായി ജനസംഖ്യ സെൻസസ് 2027 നടത്തുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് സെൻസസ് നടത്തുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മിനിസ്ട്രി ഏതാണെന്ന് ചോദിക്കുമ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് സെൻസസ് ഇന്ത്യയിൽ നടപ്പാക്കുക. 2027 മാർച്ച് 1 ഇന്ത്യയിൽ സെൻസസിന്റെ ആ ഒരു എക്സസൈസ് ആരംഭിക്കാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ലീഡ്സ് മറൈൻ കൺസർവേഷൻ എഫേർട്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നു. ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ. പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ടിറങ്ങി വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ് സമുദ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലെ ആ ഒരു ക്ലീനിങ് എന്ന രീതിയിലുള്ള മുൻകൈ എടുക്കുന്നതും അതിനെ ലീഡർഷിപ്പ് എന്ന ലെവലിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആയിരുന്നു ആ ഒരു മുൻനിരയിൽ നിന്നുകൊണ്ട്, ലീഡിംഗ് റോളിൽ നിന്നുകൊണ്ട് വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ അന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ. 2025 വേൾഡ് എൻവയോൺമെന്റ് ഡേ ഇന്ന് ഇതിന്റെ തീം എന്ന് പറയുമ്പോൾ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ദ തീം ഓഫ് വേൾഡ് എൻവയോൺമെന്റ് ഡേ 2025 ഈസ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ, പുനീത് സാഗർ അഭിയാൻ, മിഷൻ ലൈഫ് എന്നിവ ഏത് സംഘടനയുടെ പ്രധാന ക്യാമ്പയിനുകളാണ്? ഭൗമശാസ്ത്ര മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻസ് ആണ് സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ, പുനീത് സാഗർ അഭിയാൻ, മിഷൻ ലൈഫ് എന്നിവയെല്ലാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ ക്യാമ്പയിൻസ് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുകയും സമുദ്രത്തിലെ ആ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അതിന് തന്നെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പുതുക്കിയ തീരപ്രദേശം 7516.6 കിലോമീറ്ററിൽ നിന്ന് എത്രയാണ്? 11,098.81 കിലോമീറ്റർ.
11,098.81 കിലോമീറ്റേഴ്സ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ തീരപ്രദേശം. ഇതിനു മുമ്പ് 7,516.6 കിലോമീറ്റർ എന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ മെയ് അവസാനം വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ദ്വീപുകളും ഓരോ കോസ്റ്റൽ ഏരിയ എന്നിവയെല്ലാം തന്നെ കൃത്യമായിട്ട് അളന്നുകൊണ്ട് അതിൻ്റെ ഒരു കോസ്റ്റൽ ഏരിയ, കോസ്റ്റ് ലൈൻ അതിൻ്റെ കിലോമീറ്റർ കണക്കാക്കി ഇതനുസരിച്ച് ഇപ്പോൾ 11,098.81 കിലോമീറ്റർ ആണ്. ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യൂണിയൻ ഷിപ്പിംഗ് മിനിസ്ട്രിയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ സെക്യൂർഡ് ദി പ്രസിഡൻസി ഓഫ് ദി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യ നേടി. ഹിന്ദു പേജിലെ ഒരു വാർത്തയാണ്, അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യക്ക് ലഭിച്ച കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 3 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ജൂൺ 3 നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഇന്ത്യ വിജയിക്കുകയും ഇന്ത്യയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനം നേടിയിട്ടുള്ളത്. 2025-28 കാലയളവിലേക്ക് IIASന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെയാണ് നാമനിർദ്ദേശം ചെയ്തത്? വി ശ്രീനിവാസൻ, സെക്രട്ടറി ഓഫ് DARPG. DARPG എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. DARPG ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള വി ശ്രീനിവാസൻ അദ്ദേഹത്തെയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രസിഡൻസി ഓഫ് IIASനെ 2025-28 ടേമിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിൽ എത്ര രാജ്യങ്ങളുണ്ട്? 31 രാജ്യങ്ങൾ. 31 മെമ്പർ കൺട്രീസ് അടങ്ങുന്ന ഒരു ഫെഡറേഷൻ ആണ്, ഇന്ന് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു ഫെഡറേഷൻ ആണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് IIAS. ഇതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസിഡൻസി നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ജൂൺ 3 ആയിരുന്നു ഇലക്ഷൻ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് 2025 ജൂൺ 3 നടന്നു? ഓസ്ട്രിയ. ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. 3 രാജ്യങ്ങൾ ആണ് ഇതിനുവേണ്ടി മുന്നിട്ട് വന്നിട്ടുള്ളത്, ഇന്ത്യ, ഓസ്ട്രിയ, സൗത്ത് ആഫ്രിക്ക. എന്നാൽ സൗത്ത് ആഫ്രിക്ക അവസാനം അതിൽ പിൻവാങ്ങുകയും ഇന്ത്യ, ഓസ്ട്രിയ തമ്മിലുള്ള ഇലക്ഷൻ ആയിരുന്നു. ഇതിലാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളതും ആ ഒരു സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിട്ടുള്ളതും. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, The Waqf Umeed portal is set to launch on 6 June 2025. വഖഫ് ഉമീദ് പോർട്ടൽ 2025 ജൂൺ 6 ആരംഭിക്കും. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടൽ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണം, കാര്യക്ഷമത, വികസനം ആരംഭിക്കാൻ പോകുന്ന ദിവസം ഏതാണ്? 2025 ജൂൺ 6. ജൂൺ 6 ആരംഭിക്കാൻ പോകുന്ന ഒരു പോർട്ടൽ ആണ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്ന ഉമീദ് എന്നറിയപ്പെടുന്ന ഈ ഒരു പോർട്ടൽ രാജ്യമൊട്ടാകെ വഖഫ് പ്രോപ്പർട്ടീസ് ഇതിന്റെ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ടൽ ആണ് ഉമീദ് പോർട്ടൽ. ഇതാണിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നത് ജൂൺ 6. ഇന്ത്യയിലുടനീളം വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷനും മാനേജ്മെന്റും കാര്യക്ഷമമാക്കുന്നതിനും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമായി 2025 ജൂൺ 6 ഏത് പോർട്ടൽ ആരംഭിക്കുന്നു? വഖഫ് ഉമീദ് പോർട്ടൽ. ഇന്ത്യയിൽ ഉടനീളം വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, മാനേജ്മെന്റ്, കാര്യക്ഷമത ഇവയെല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു പോർട്ടൽ ആണ് ആരംഭിക്കുന്നത് വഖഫ് ബോർഡിന്റെ. അതായത് വഖഫ് ഉമീദ് എന്നാൽ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ലീ ജെയ് മ്യൂങ് ഓൺ ബീങ് എലക്ടഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് കൊറിയ. കൊറിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലീ ജെയ് മ്യൂങ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദക്ഷിണ കൊറിയയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? ലീ ജെയ് മ്യൂങ്. ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ്
അതായത് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ലീ ജെയ് മ്യൂങ്. ദക്ഷിണ കൊറിയയിലെ ഏത് പാർട്ടിയുടെ നേതാവാണ് ലീ ജെയ് മ്യൂങ്? ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർ ആണ് ലീ ജെയ് മ്യൂങ്. ഇദ്ദേഹമാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യാഥാസ്ഥിക എതിരാളി പാർട്ടി ഏതാണ്? പീപ്പിൾ പവർ പാർട്ടിയുടെ കിം മൂൺ സ്യൂ. പീപ്പിൾ പവർ പാർട്ടിയുടെ കിം മൂൺ സു ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നടന്നിട്ടുള്ള ഇലക്ഷനിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി തമ്മിലുള്ള ഇലക്ഷനിൽ ലീഡർ ആയിട്ടുള്ള ലീ ജെയ് മ്യൂങ് വിജയിച്ചിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.